ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഉപകാരം ചിലപ്പോൾ നിങ്ങൾക്കല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ നിങ്ങൾക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന വഴി ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സമയം രാവിലെ 7:30 വരുന്ന ഷോർട്സ് വീഡിയോയിലാണ് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടാറുള്ളത്. അതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ചെറിയൊരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട്, എല്ലാവരും എന്നെപ്പോലെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ആളുകളെ അവർ മീൻസ് നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ, പലരും പല രീതിയിലും ഒക്കെ, അതായത് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് കുറച്ചൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന പൈസയിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സഹായിക്കും. അതിന് നമ്മൾ നേരിട്ട് നമ്മൾ അവിടെ വന്ന് നിങ്ങളുടെ വീട് കണ്ട്, അതായത് ഞാനായിരിക്കും വരിക, വന്ന് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങൾ പോരാനുള്ള ഏതൊക്കെ ജോലികളാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും ഇതിന് അർഹരാകാത്ത ഒരാളുടെ കയ്യിൽ ഇത് എത്തില്ല. കാരണം നമ്മളൊക്കെ അറിയാലോ, നമ്മൾ ഒക്കെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ പറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ മേഖലകളിലും തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ട്. കാരണം എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ആരും പൈസക്കാരായിട്ടുള്ള ആളുകളൊന്നും നമ്മുടെ കൂടെ ഇല്ല. ഇതേപോലെ കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, ജില്ലയുടെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ വന്ന് നിങ്ങളുടെ വീട് വന്ന് കണ്ട്, ആദ്യമേ നിങ്ങൾ വന്ന് നമ്മളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ചിലർക്ക് ടിക്കറ്റ് എടുക്കാൻ മാത്രം ചിലപ്പോൾ പൈസ ഉണ്ടാകാത്തേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ടിക്കറ്റിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തരും. അതല്ലാത്ത പക്ഷം ചിലർക്ക് വിസ പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ടിക്കറ്റും വിസയൊക്കെ നമ്മൾ നോക്കും. ഇവിടുത്തെ റൂമും താമസമൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ഇവിടെ വന്ന് അവരുടെ റൂമിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി തരും. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ലക്ഷങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം. കൃത്യമായിട്ട് അർഹരായിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിലേക്ക് വരാവുള്ളൂ. അന്ന് പക്ഷേ എല്ലാവരെയും ഞാൻ നാട്ടിൽ വന്ന് നമ്മൾ CV മേടിക്കുന്ന ദിവസം എല്ലാവർക്കും തന്നെ വരാം. സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്നോട് രഹസ്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ലൊക്കേഷനൊക്കെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അവിടെ വന്ന് നിങ്ങൾ CV ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ജോലി ഇവിടെ കണ്ടുപിടിക്കും നിങ്ങൾക്കുള്ളത്. എന്നിട്ട് നമുക്ക് 1 മാസത്തിനുള്ളിൽ കയറി വരാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അതേപോലെ തന്നെ ഞങ്ങളൊരു 5-8 പേര് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റയ്ക്ക് എനിക്കും ഇത് ചെയ്യാൻ പറ്റുകയില്ല. അതേപോലെ വേറൊരു കാര്യം, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് 50 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൂടെ ജോബ് വിസകൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ അവർക്ക് ബിസിനസ് വിസ ഇവിടെ അലൗഡാണ്. അതായത് ബിസിനസ് ചെയ്യാനുള്ള പൈസ. ഇപ്പോൾ 60 വയസ്സായിട്ടുള്ള ഒരാൾക്ക്, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് വിസയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാം. അതേ സ്ഥാപനത്തിനെ വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാവുന്നതാണ്. അതല്ലാത്ത രീതിയിൽ, അതായത് ഞാൻ പറഞ്ഞത് ജോബ് വേക്കൻസിയുടെ കാര്യമാണ്, ഞാൻ കൊണ്ടുവരുന്നവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇവിടെ പൊതുവെ വരുന്ന എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ജോബ് 60 കഴിഞ്ഞവർക്കുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, അവരും കൂടി, ഒരുപാട് ആളുകൾക്ക് പല ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ 50 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും. മറ്റു ചില ചെറിയ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണമായി, അതായത് കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരെയും നോക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ജോലികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിസകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് ഞാൻ അതിനോട് വലിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആരെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാനത് കൃത്യമായ രീതിയിൽ പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ജോലികൾ നമുക്ക് പിടിക്കാവുന്നതും കൊടുക്കാവുന്നതൊക്കെയാണ്. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എന്ത് ചെയ്യും, എല്ലാവരെയും സഹായിക്കാറുണ്ട്. നമുക്കത് സഹായിക്കാനും പറ്റും. നമ്മൾ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കും. ഇവിടെ തന്നെ വന്നിട്ട് ഒത്തിരി ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങിക്കിടപ്പുണ്ട്. അതായത് ജോബ് കിട്ടാണ്ട്, ശരിക്കും ഭക്ഷണമൊന്നും കിട്ടാണ്ടൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്കും നമ്മളാൽ കഴിയുന്ന രീതിയിൽ, എന്നെ അറിയിക്കുന്ന രീതിയിലുള്ള ജോബ് വേക്കൻസികൾ ഞാൻ അവരിലേക്ക് എത്തിക്കാറുണ്ട്. എനിക്കും ഇതേപോലെ ഒരുപാട് ടൈം ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഒരിക്കലും ആ സ്ഥാപനത്തിന് യാതൊരു ഭംഗവും വരാത്ത രീതിയിൽ വേണം നമ്മളും കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതേപോലെ
എല്ലാവരോടും പറയാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ജോബ് വേക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് അതിനകത്തേക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ആണത്. അപ്പോൾ എവിടെയാണെങ്കിലും ഉള്ള ഗ്രൂപ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഒത്തിരി സമയം വേണം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ഏകദേശം 4 മണിക്കൂറോളൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ആരെയും കോൾ ചെയ്തൊന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നിങ്ങൾ SMS മാത്രം വിടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം. തരുന്ന നമ്പറുകൾ, ജോബ് വേക്കൻസിയുടെ നമ്പറുകളിൽ. കാരണം കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അതൊക്കെ ചിലപ്പോൾ അവരൊരു കോൺഫറൻസിലോ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ചിലപ്പോൾ ഒരു ഉറങ്ങുന്ന സമയമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അവർ ആ നമ്പർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ജോലിയും കൂടി ചിലപ്പോൾ അത് കാരണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും അത് കണ്ടറിഞ്ഞ് എല്ലാവരും പ്രവർത്തിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ മറുപടി തരുന്നതാണ്. എല്ലാവർക്കും നല്ലത് നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. പറ്റുന്നവരൊക്കെ, അതായത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോബ് വേക്കൻസിനെ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും കാണാം.